പുതിയ യൂട്യൂബ് ചാനലാണ്. കൃപാസ് വെൽ എന്നാണ് പേര്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറേ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് സാധിച്ചത്. ഇതിനകത്ത് ഞാൻ ട്രാവൽ വ്ളോഗ്സും കുക്കിങ്ങും ബ്യൂട്ടി ടിപ്സും ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങളെ കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാണ്. ഇന്ന് ഞാനൊരു പുതിയ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഇൻട്രോ വീഡിയോയുടെ കൂടെ എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടുന്നത്. അപ്പം അതിൻ്റെതായ പോരായ്മകൾ കാണും. അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോസിനെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതെല്ലാം ക്ഷമിച്ച് നിങ്ങളെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ബ്രെഡ് പോക്കറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഓണിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുക്കുംബർ. നമ്മുടെ ആവശ്യത്തിന് വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ എല്ലാം യൂസ് ചെയ്യാം. പിന്നെ ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2 മുട്ട ബീറ്റ് ചെയ്തതാണ്. പിന്നെ ഇത് ബ്രെഡ് ക്രംസ്. ഇതിൻ്റെ പൊടി തന്നെ നമുക്ക് പൊടിയിൽ മുക്കിയിട്ട് പൊരിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് 2 സ്ലൈസ് എടുക്കാം. സ്ലൈസ് ഒരേ ലെവലിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കുപ്പി ഗ്ലാസ് എടുക്കണം. കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീൽ ഗ്ലാസ് ഇല്ല, അപ്പം ഞാൻ കുപ്പി ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. കുപ്പി ഗ്ലാസ് വെച്ച് ഇത് ഇങ്ങനെ ഷേപ്പിന് എടുക്കാനാണ്. അപ്പം കുപ്പി ഗ്ലാസ് കുറച്ച് പാടാണ്. അപ്പം സ്റ്റീൽ ഗ്ലാസ് വെച്ച് ഇതിങ്ങനെ കറക്കി എടുക്കണം. സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത്രയും ഇത് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അതാണ്ടേ അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടുന്നെങ്കിൽ ഇതിനി പൊരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇവിടെ ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതൊന്ന് അതിനകത്തും മുക്കിയെടുക്കും, നല്ലതായിട്ട് മുക്കിയെടുക്കും. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ഇങ്ങനെ പൊടി ഇങ്ങനെ നല്ലതായിട്ട് മുക്കിയെടുക്കണം. ഈ സൈഡിലൊക്കെ ഇത് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, കാരണം ഇത് നമ്മൾ വറുത്തെടുക്കുന്നതാണ്. അപ്പം എണ്ണ ഇതിനകത്ത് കയറരുത്, അതുകൊണ്ട് നല്ലതായിട്ട് മുക്കിയെടുക്കണം. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ മുക്കി ഇങ്ങനെ ഇതെടുക്കാം. അപ്പം നമ്മളിത് ഇത്രയും മുക്കി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് വറുത്തെടുക്കാം. ഇത്രയും വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആയിട്ട് കീറണം, കാരണം ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ 2ആയിട്ട് നന്നായി വൃത്തിയായിട്ട് കീറി വെക്കണം. കണ്ടോ, ഇങ്ങനെ നമ്മൾ കീറി എടുക്കും. ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മുറിച്ചിങ്ങനെ മാറ്റി വെക്കാം. കണ്ടോ, ഇതിനകത്തൊന്നും ഒട്ടും എണ്ണ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം എപ്പോഴും. നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതും ഒരു വലുത് ഒരെണ്ണം. ഇത് നമുക്ക് പിള്ളേർക്കൊക്കെ വെജിറ്റബിൾ കഴിക്കാത്തവർക്കൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ നല്ല ചായയുടെ കൂടെ കഴിക്കാം. ഇനി നമുക്ക് ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് വെജിറ്റബിൾസ് ആയിട്ട് എടുത്തേക്കുന്നത്.
നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം എടുക്കാം, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാൻ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ഒരു പുളിക്ക് വേണ്ടിയാണ്. അപ്പം അത് നമുക്ക് ആവശ്യത്തിന് മതി. ഫുൾ എടുക്കണമെന്നില്ല, നമ്മുടെ ഒരു ഇതിനനുസരിച്ച്. ഓക്കെ, ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത്. അപ്പം നമ്മൾ ഈ മിക്സിനകത്തുകളൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്. കുറച്ച് ആവശ്യത്തിന് ഒരു ഇച്ചിരി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഞാൻ കുറച്ച് എരിവിന് വേണ്ടി പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. എരിവ് ആവശ്യത്തിന് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഷവർമ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത് നമുക്ക് ബ്രെഡ് പോക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബ്രെഡ് ഷവർമ പറയാം. ഷവർമ എന്ന് പറയുമ്പം ഇതിനകത്ത് കുറച്ച് നമുക്ക് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പെപ്പറും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് ചെറിയ പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ഷവർമ എന്ന് യൂസ് ചെയ്യാം. ഇതിപ്പം വെജിറ്റബിൾ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ബ്രെഡ് പോക്കറ്റ്. അപ്പം നമ്മൾ ഇനി കുറച്ച് മയണൈസ് യൂസ് ചെയ്യാം. മയണൈസ് ആവശ്യത്തിന് കുറച്ച് മയണൈസ് എടുക്കണം. ആവശ്യത്തിന് ഇച്ചിരി ചേർക്കാം. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ, അപ്പം ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. എന്നിട്ട് കുറച്ചും കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും ഉപ്പ് കൂടുതലാണോ അതെല്ലാം നോക്കിക്കോണം. ഉപ്പൊക്കെ കൂടുതലായത് ടോപ്പായിരിക്കും. അതുകൊണ്ട് ഇത് മയണൈസ് കുറച്ച് കുറവാണ്. അപ്പം കുറച്ചും കൂടി നമ്മുടെ ആവശ്യത്തിനാണ്. ഇവിടെ എല്ലാവർക്കും മയണൈസ് ഇഷ്ടമാകുന്നുണ്ടാണ് ഞാൻ ബ്രെഡ് ചേർത്ത് കൊടുക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനല്ല ചേർത്ത് കൊടുക്കുക. നല്ലൊരു സാധനമാണ് ചായയുടെ കൂടെ കഴിക്കാൻ. ഞങ്ങളിവിടെ മിക്കവാറും ഉണ്ടാക്കും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ ഫില്ലിങ് റെഡിയാക്കി. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്നിനകത്തായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കുറച്ച് വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മളിത് ഫില്ലിങ് എല്ലാം റെഡിയാക്കി എല്ലാം നല്ലതായിട്ട് ഇത് ചെയ്തിരിക്കുന്നു. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഒരു ഡിഷാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വൈകിട്ടായാലും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കണം. എന്നാലേ എൻ്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കാണും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.